ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. നമ്മുടെ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇൻ്റർനെറ്റ് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. അതിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അടുത്തിടെ PSC നടത്തിയ പല പരീക്ഷകൾക്കും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം ഡിസ്കസ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ വരുന്ന ഫാക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഏകദേശം ചോദിക്കും എന്ന് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. PSCയുടെ ഇഷ്ട ചോദ്യങ്ങളാണ്. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് വെബ് ബ്രൗസർ. ഇൻ്റർനെറ്റിനകത്തുള്ള അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ, വെബ് പേജുകൾ ഇവയെല്ലാം എക്സിബിറ്റ് ചെയ്യുവാൻ കഴിവുള്ള സോഫ്റ്റ്വെയറുകളെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിനകത്ത് കിടക്കുന്ന റിസോഴ്സസ് ഒക്കെ നമ്മൾ കാണുന്നത് വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിൽ നിന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർ? വെബ് പേജസ്, വെബ്സൈറ്റുകൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെ വെബ് ബ്രൗസർ എന്ന് പറയാം. നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ബ്രൗസ് ചെയ്തിട്ട് വരട്ടെ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ദെൻ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗൂഗിൾ ക്രോം, ഓപ്ഷൻ ബി മോസില്ല ഫയർഫോക്സ്, ഓപ്ഷൻ സി മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഓപ്ഷൻ ഡി ഗൂഗിൾ ഡ്രൈവ്. അപ്പോൾ ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസറാണ്. മോസില്ല ഫയർഫോക്സ് എന്ന് പറഞ്ഞാലും ഒരു വെബ് ബ്രൗസറാണ്. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മൊബൈലിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയിട്ടാണ് നിങ്ങൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജും എന്താണ്? ഒരു വെബ് ബ്രൗസറാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഗൂഗിൾ ഡ്രൈവ് ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഗൂഗിൾ ഡ്രൈവ് ഒരു വെബ് ബ്രൗസർ അല്ല, ഇതൊരു ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് ആണ്. ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് കേട്ടോ. ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൂഗിൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ തരുന്ന ഒരു പ്രധാനപ്പെട്ട സർവീസാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും Gmail ID ഉണ്ടല്ലേ. അപ്പോൾ ഓരോ Gmail ID ഉള്ളവർക്കും ഗൂഗിൾ ഫ്രീ ആയിട്ട് 15 GB ഡാറ്റാസ് സ്റ്റോർ ചെയ്യുവാൻ വേണ്ടിയിട്ട് സൗജന്യമായി നൽകുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് കേട്ടോ. 15 GB വരെ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 15 GB മുകളിൽ സൈസ് വരുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു പർട്ടിക്കുലർ എമൗണ്ട് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ വലിയ അളവിലുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ് ടു 15 GB വരെയുള്ള ഡാറ്റ നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് സർവീസായ ഗൂഗിൾ ഡ്രൈവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് പോലെ തന്നെ ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് അവൈലബിൾ ആണ്. വൺ ഡ്രൈവ്, ആമസോൺ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. ഈ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടർ മാറും, നമ്മുടെ മൊബൈൽ ഫോൺ മാറും. അപ്പോൾ ഈ ഡിവൈസസ് മാറുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ മെമ്മറിയിൽ കിടക്കുന്ന ഡാറ്റാസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഡിവൈസ് കേടായി പോവും അല്ലേ, ക്രാഷായി പോവും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഡാറ്റകളെല്ലാം ഇതുപോലുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയും അല്ലെങ്കിൽ പാസ്വേഡും ഒക്കെ കൊടുത്ത് ഈ ഒരു G ഡ്രൈവിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വളരെ മികച്ച ഒരു സർവീസാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ കോർപ്പറേഷൻ്റെ സെർവറിലായിരിക്കും ഈ ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? പെർമനൻ്റ് ആയിട്ട് സ്റ്റോറായി കിടക്കുന്നത്. അപ്പോൾ നിലവിൽ 15 GB വരെയുള്ള ഡാറ്റാസിനെ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിൾ ഡ്രൈവിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ G ഡ്രൈവിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് പോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന മറ്റ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് ആണ് ആമസോൺ ഡ്രൈവ്, വൺ ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് എന്ന് അറിയുക. അതുപോലെ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ കോർപ്പറേഷൻ്റെ ഒരു വെബ് ബ്രൗസറാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഗൂഗിളിൻ്റെ ഒട്ടുമിക്ക എല്ലാ സർവീസുകളും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സൈറ്റുകളും, എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായാലും വളരെ
ഫ്ലെക്സിബിൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ കൂടിയാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ആയ മൊബൈൽ ആയാലും ടാബ്ലറ്റ് ആയാലും ലാപ്ടോപ്പ് ആയാലും സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയാലും ഇതിലെല്ലാം ഗൂഗിൾ ക്രോം എന്ത് ചെയ്യുന്നു, നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ കോർപ്പറേഷൻ്റെ ഒരു വെബ് ബ്രൗസറാണ്. ദെൻ മോസില്ല ഫയർഫോക്സ്. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മോസില്ല ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെബ് ബ്രൗസറാണ് കേട്ടോ. മോസില്ല ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസറാണ് എന്തെന്ന് പറയുന്നത്, മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗൂഗിൾ ക്രോം വരുന്നത് വരെ നമ്മൾ മോസില്ല കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. ഗൂഗിൾ ക്രോമിൻ്റെ വരവോടുകൂടി മോസില്ലയുടെ ഉപയോഗം വളരെയധികം കുറഞ്ഞിരിക്കുകയാണെങ്കിലും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ആൻഡ്രോയിഡ് വെർഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുമ്പോൾ മോസില്ല ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെബ് ബ്രൗസറാണ്. ദെൻ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെബ് ബ്രൗസറാണ്. നിലവിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10, വിൻഡോസ് 11 കൂടെയൊക്കെ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു വെബ് ബ്രൗസർ കൂടിയാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ഒരു പഴയ വെബ് ബ്രൗസർ ആയിരുന്നു ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 2015 എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. 2015 അതിനെ ടെർമിനേറ്റ് ചെയ്തു. പിന്നീട് ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ സ്ഥാനത്ത് വന്ന ഒരു വെബ് ബ്രൗസറാണ് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. എല്ലാവരും ഈ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നതിന്റെ അത്രയും മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ് ബ്രൗസറാണ് ഈ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാക്കുക. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോററിന് പകരമായിട്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെബ് ബ്രൗസറാണ്. സോ നന്നായിട്ട് പഠിക്കുക. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഓപ്പറ എന്നൊക്കെ പറയുന്നത് വെബ് ബ്രൗസറുകളാണ്. പിന്നെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാലോ ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് സർവീസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. HTTP സ്റ്റാൻഡ്സ് ഫോർ. HTTPയുടെ ഫുൾ ഫോം എന്താണ്? നമുക്ക് എന്തായാലും ഈ ഇന്റർനെറ്റ് പഠിക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ HTTP ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. HTTPയുടെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. അതിനു മുന്നേ HTTP എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടോകോളാണ്, ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോളാണ്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവിടെ ചില സെറ്റ് ഓഫ് റൂൾസ് എന്ത് ചെയ്തിരിക്കണം, അനുസരിച്ചിരിക്കണം. ആ സെറ്റ് ഓഫ് റൂൾസിനെ പറയുന്ന പേരാണ് പ്രോട്ടോകോൾ കേട്ടോ. വാട്ട് ഈസ് പ്രോട്ടോകോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, പ്രോട്ടോകോൾ എന്ന് പറയാം. ഇവിടെ HTTPയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഓപ്ഷൻ ബി ഹൈപ്പർ ലിങ്ക് ട്രാൻസ്ഫർ ടെക്സ്റ്റ് പ്രോട്ടോകോൾ, ഓപ്ഷൻ സി ഹൈപ്പർ ലിങ്ക് ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി ഹൈപ്പർ ടൂൾ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. HTTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്തിനാണ് ഈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സിനെ ഒരെൻഡിൽ നിന്നും മറ്റൊരെൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളുകളെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് കേട്ടോ. വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയാൻ കാരണം, ഈ വെബ് പേജുകളെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയാൻ കാരണം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പേജുകൾ ആയതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് നമ്മൾ പറയുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വേൾഡ് വൈഡ് വെബിനകത്താണ് ഈ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകളെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ് പേജുകളെ ഒരെൻഡിൽ നിന്നും മറ്റൊരെൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിനെയാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിന്റെ മറ്റൊരു വേരിയന്റ് ആണ് HTTPS എന്ന് പറയുന്നത് കേട്ടോ. HTTPS
ഈ HTTPSന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്ന് പറയും. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ഇത് പ്രധാനമായിട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമല്ലോ, ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോളാണ് HTTPS എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ ഒരു ബാങ്കും നമ്മളും അല്ലാതെ ഒരു തേർഡ് പാർട്ടി കാണുവാനായിട്ട് പാടുള്ളതല്ല. അതിന് വേണ്ടിയിട്ട് ഡാറ്റ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് HTTPS അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലാക്കുക, വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. ഇതുപോലെ ഒത്തിരി പ്രോട്ടോകോളുകളുണ്ട്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, FTP, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. അതുപോലെ തന്നെ ടെൽനെറ്റ്, ഇത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെർച്ച് എഞ്ചിൻ? ചുവടെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ യാഹൂ, ഓപ്ഷൻ ബി ജിമെയിൽ, ഓപ്ഷൻ സി ഫേസ്ബുക്ക്, ഓപ്ഷൻ ഡി വാട്സാപ്പ്. ഇതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഈ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എല്ലാ ഉദ്യോഗാർത്ഥികളും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, സാറേ ഈ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും തിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. രണ്ടും രണ്ടാണ്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് പേജിനെ എക്സിബിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെബ് പേജുകളെ കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ മാക്സിമം കളക്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു തരുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഈ സെർച്ച് എഞ്ചിനകത്ത് ബോട്ടുകളുണ്ട്, ബോട്ടുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഉണ്ട്. ഈ ബോട്ടുകൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡിന്റെ അടിസ്ഥാനത്തിൽ മാക്സിമം സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ കളക്ട് ചെയ്ത് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുകയാണ്? കൊണ്ട് എത്തിച്ചു തരികയാണ്. ഇതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും ഒന്നല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്കിനി കാര്യത്തിലേക്ക് വരാം. ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ യാഹൂ ആണ് കേട്ടോ. യാഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. യാഹൂ, അതുപോലെ തന്നെ ഗൂഗിൾ, പിന്നെ ബിങ്, ആസ്ക്, ഓൾട്ടാവിസ്റ്റ, അതുപോലെ തന്നെ ലിനക്സ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് അല്ല, അതാ ഈ ലിനക്സ് ആണ്. ഇതെല്ലാം വിവിധ സെർച്ച് എഞ്ചിനുകളാണ് കേട്ടോ. വിവിധ സെർച്ച് എഞ്ചിനുകളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ബാദു, ഇതെല്ലാം വിവിധ സെർച്ച് എഞ്ചിനുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഗൂഗിൾ, ബിങ്, ആസ്ക്, ആൾട്ടാവിസ്റ്റ, ലിനക്സ്, ഈബാദു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിനുകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ കോർപ്പറേഷന്റെ സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ബിങ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ പുറത്തിറക്കിയ ഒരു സെർച്ച് എഞ്ചിനാണ് ബിങ് എന്ന് പറയുന്നത് കേട്ടോ. MS ഓഫീസ് പാക്കേജിൻ്റെ കൂടെയൊക്കെ അറ്റാച്ച്ഡ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ കൂടിയാണ് ബിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ സൂപ്പറായിട്ട് പഠിക്കുക. ജിമെയിൽ എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു മെയിലിംഗ് സർവീസ് ആണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ എന്താണ്? സോഷ്യൽ മീഡിയാസ് ആണ് കേട്ടോ. സോഷ്യൽ മീഡിയാസ് ആണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നൊക്കെ പറയുന്നത് മീറ്റ കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. IP അഡ്രസ് ഈസ്, എന്താണ് ഈ IP അഡ്രസ് എന്ന് പറയുന്നത്? IP അഡ്രസ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആൻ ഇമെയിൽ ID, ഓപ്ഷൻ ബി എ യുണീക്ക് അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ ഓൺ ദ ഇന്റർനെറ്റ്, ഓപ്ഷൻ സി എ ഫിസിക്കൽ ലൊക്കേഷൻ, ഓപ്ഷൻ ഡി എ സോഫ്റ്റ്വെയർ. എന്താണ് IP അഡ്രസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഒക്കെ ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ യുണീക്ക് അഡ്രസ് ഓഫ് എ കമ്പ്യൂട്ടർ ഓൺ ദ ഇന്റർനെറ്റ്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വലിയ ഒരു നെറ്റ്വർക്കാണ്. നമ്മുടെ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കോടിക്കണക്കിന് ഡിവൈസസ് എക്സിസ്റ്റിംഗ് ആണ്. മൊബൈൽ ഫോൺസ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ തന്നെ മിനി കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഡിവൈസസ് എക്സിസ്റ്റ് ചെയ്യുന്ന വലിയ ഒരു നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ ഇന്റർനെറ്റിനകത്തുള്ള ഓരോ ഡിവൈസസിനെയും
യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ അഡ്രസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? IP അഡ്രസ്സ് എന്ന് പറയുന്നത്. IPയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ മനസ്സിലാക്കുക. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഒരു നെറ്റ്വർക്കിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഓരോ ഡിവൈസുകളെയും യുണീക്കായിട്ട് തിരിച്ചറിയുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ന്യൂമറിക്കൽ അഡ്രസ്സിനെയാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന IP അഡ്രസ്സ് എന്ന് പറയുന്നത് IP വെർഷൻ 4 ആണ് കേട്ടോ. IPv4 ആണ് നിലവിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഉപയോഗിക്കുവാൻ പോകുന്നത് IPv6 ആയിരിക്കും കേട്ടോ. IPv4 ഉപയോഗിച്ച് നമുക്ക് ഇനി കുറേ നാളത്തേക്ക് കൂടി പുതിയ പുതിയ ഡിവൈസസിന് നമുക്ക് നമ്പർ കൊടുക്കുവാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഇനി ഫ്യൂച്ചറിൽ IP വെർഷൻ 6 ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്ന IP അഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ IPv4 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു IP അഡ്രസ്സിന് 4 ഫീൽഡ് ആണുള്ളത്. 1, 2, 3, 4 ഫീൽഡാണ് ഒരു IP അഡ്രസ്സിനുള്ളത്. ഒരു IP അഡ്രസ്സിൻ്റെ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതിയിടാം. 192.16.15.2. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളുടെ IP അഡ്രസ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂമറിക്കൽ അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഈ ഓരോ ഫീൽഡിലും കൊടുക്കുന്നത്. ഓരോ ഫീൽഡിനെയും ഒരു ഡോട്ട് അല്ലെങ്കിൽ ഒരു പീരീഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ടെക്നിക്കലി ഉള്ളിലോട്ട് കയറി പോകുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്താണ്? അത് നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ ഡിവൈസിനെയും യുണീക്കായിട്ട് തിരിച്ചറിയുവാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ന്യൂമറിക്കൽ അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന IP അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് IP വെർഷൻ 4 ആണ് കേട്ടോ. IP വെർഷൻ 4 ആണ്. ഇപ്പോൾ ഈ കാണിച്ചതാണ് ഒരു IP അഡ്രസ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഇതാണ് IP അഡ്രസ്സ്. അതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is used to protect against unauthorized access to a network? ഒരു നെറ്റ്വർക്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾ ആക്സസ് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ട് ചുവടെ തന്നിരിക്കുന്ന എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിനകത്ത്, ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിനകത്ത് യാതൊരു അംഗീകാരവും ഇല്ലാതെ ഒരാൾ ഇടിച്ചു കയറി വരാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നമുക്ക് വേണ്ടാത്ത തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും അതിനകത്ത് കയറി വരുവാൻ പാടുള്ളതല്ല. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി റൗട്ടർ, ഓപ്ഷൻ സി ഫയർവാൾ, ഓപ്ഷൻ ഡി ബ്രൗസർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഫയർവാൾ ആണ് കേട്ടോ. ഫയർവാൾ അതായത് നമ്മുടെ നെറ്റ്വർക്കിനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുവാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഫയർവാൾ സോഫ്റ്റ്വെയർ ഫയർവാളും ഹാർഡ്വെയർ ഫയർവാളും അവൈലബിൾ ആണ്. എങ്കിലും നോർമലി നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫയർവാൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഫയർവാൾ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിലവിൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഫയർവാളുകളാണ് സോഫോസ്, ഫോർട്ടിനെറ്റ്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചോളുക കേട്ടോ. പരീക്ഷയ്ക്കുള്ളപ്പോൾ ചോദിക്കും ഇതൊക്കെ എന്താണെന്ന്. ഫോർട്ടിനെറ്റ്, അതേപോലെ ജൂനിപ്പർ, സിസ്കോ, ഇതെല്ലാം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫയർവാൾ കമ്പനീസ് ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതൊക്കെ എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. വൃത്തിയായിട്ട് പഠിച്ചുകൊള്ളുക. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫയർവാളുകളാണ് സോഫോസ്, ഫോർട്ടിനെറ്റ്, ജൂനിപ്പർ, സിസ്കോ സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫയർവാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഫയർവാൾ എന്ന് പറയുന്നത്. അതുപോലെ ബ്രൗസർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. അതുപോലെ മോഡം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അനലോഗ് സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുവാനും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുവാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഒരു സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് പോകുന്ന ഡാറ്റ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലൂടെ കൃത്യമായിട്ടും ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ട് എത്തിക്കുവാനായി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? റൗട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a social media platform? ചുവടെ തന്നിരിക്കുന്നവയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻസ്റ്റാഗ്രാം, ഓപ്ഷൻ ബി ട്വിറ്റർ, ഓപ്ഷൻ സി ലിങ്ക്ഡിൻ, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് വേർഡ്. ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പറയും. ഇതൊരു മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ല, മറ്റൊരു തസ്തികയിൽ PSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ.
ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? മൈക്രോസോഫ്റ്റ് വേർഡ് ആണെന്ന് നിങ്ങൾ നിഷ്പ്രയാസം പറയും. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇതൊരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് അല്ലേ? മൈക്രോസോഫ്റ്റ് ഓഫീസ് സൂറ്റിനകത്ത് വരുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ലിങ്ക്ഡിനൊക്കെ ആക്ച്വലി എന്താണ്? ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് അല്ലേ? ഇതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പേജ് ഓഫ് എ വെബ്സൈറ്റ് ഈസ് കാൾഡ്. വളരെ നല്ലൊരു ചോദ്യം, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് കേട്ടോ. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യത്തെ പേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചോളൂ. കളക്ഷൻ ഓഫ് വെബ് പേജസ് ആർ കാൾഡ് വെബ്സൈറ്റ് കേട്ടോ. ഒരു കൂട്ടം വെബ് പേജുകളെ പറയുന്ന പേരാണ് വെബ്സൈറ്റ് എന്നുള്ളത് കേട്ടോ. ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 പേജായിരിക്കാം, 50 പേജായിരിക്കാം, 100 പേജായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേജുകൾ ഉണ്ടാവാം. ഇപ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ട് അതിനുള്ളിൽ നിന്നാണ് നിങ്ങൾ ഈ തുളസി എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് പോകുന്നത്. കേരള PSCയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അനേകം വെബ് പേജുകളുണ്ടല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ പേജുകളാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആർ കാൾഡ് വെബ്സൈറ്റ്. കളക്ഷൻ ഓഫ് വെബ് പേജസ് ആർ കാൾഡ് വെബ്സൈറ്റ്സ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം കേട്ടോ. ഒരു വെബ്സൈറ്റിന്റെ ആദ്യത്തെ പേജിനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മളിപ്പോൾ www.keralapsc.gov.in എന്ന് കൊടുക്കുമ്പോൾ ആദ്യം ഒരു പേജ് ലോഡായി വരും നിങ്ങളുടെ വെബ് ബ്രൗസറിൽ. ആ പേജിനെ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹോം പേജ്, ഓപ്ഷൻ ബി ഇൻഡെക്സ് പേജ്, ഓപ്ഷൻ സി സെർച്ച് പേജ്, ഓപ്ഷൻ ഡി സ്റ്റാർട്ടിംഗ് പേജ്. ഏത് പേരായിരിക്കും പറയുന്നത്? ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ കറക്റ്റ് ആൻസർ എന്താ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹോം പേജ്. ഡിഫോൾട്ടായിട്ട് ഒരു വെബ്സൈറ്റിൽ ആദ്യം തന്നെ ലോഡായി വരുന്ന പേജിനെയാണ് നമ്മൾ ഹോം പേജ് എന്ന് പറയുന്നത്. അത് ഡിഫോൾട്ട് ആയിരിക്കും, അതിൽ മാറ്റമൊന്നും വരില്ല. ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് ആ ബ്രൗസറിൽ ലോഡായി വരുന്ന പേജിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹോം പേജ് എന്ന് പറയാം. ഹോം പേജ് കേട്ടോ, വൃത്തിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. നിങ്ങൾ അവസാന തീയതി വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 6 മാസം ഡ്യൂറേഷൻ വരുന്ന ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷം 3 തവണയായിട്ട് വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്, അല്ലെങ്കിൽ 3 തവണ നോട്ടിഫിക്കേഷൻ അവർ ഇറക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു പരീക്ഷയാണ്, കാരണം ഒരുപാട് വാക്കൻസീസ് ഇനി വരാനായിട്ടുണ്ട്. സോ മികച്ച രീതിയിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ പഠിച്ചു പോവാം. ഒരു സന്തോഷ വാർത്ത കൂടി എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾ മികച്ച രീതിയിൽ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്തിരുന്നു, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ അഭിമാനമായിട്ടുള്ള സ്റ്റുഡൻസ്. സോ നിങ്ങളും അതുപോലെ മികച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി വാങ്ങുക. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുവാനും എൻക്വയറിക്കുമൊക്കെ ആയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക 8921440580. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് ഇമെയിൽസ്? ഇമെയിൽസ് സെൻഡ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ HTTP, ഓപ്ഷൻ ബി FTP, ഓപ്ഷൻ സി SMTP, ഓപ്ഷൻ ഡി WWW. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി SMTP ആണ്. SMTPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ആസ് ഇറ്റ്സ് നെയിം റെഫേഴ്സ്, നമുക്ക് പറയാം എന്താണ്, മെയിലിങ്സ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഇമെയിൽ അയക്കുവാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടോകോളാണ് SMTP എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ OneDrive, ഓപ്ഷൻ ബി എക്സൽ, ഓപ്ഷൻ സി സ്കൈപ്പ്, ഓപ്ഷൻ ഡി ക്രോം. ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും പറയും. എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ പറയും കേട്ടോ. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാം പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് കേട്ടോ. ഉറപ്പാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ OneDrive ആണ് കേട്ടോ. OneDrive എന്ന് പറഞ്ഞാൽ ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്. എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്നുള്ളത് ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്. എക്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആണ്. സ്കൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സഞ്ചർ ആണ്. ക്രോം എന്ന് പറഞ്ഞാൽ വെബ് ബ്രൗസർ ആണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്റർനെറ്റ് കണക്ഷൻ ടൈപ്പ് അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വൈഫൈ, ഓപ്ഷൻ ബി ബ്രോഡ്ബാൻഡ്, ഓപ്ഷൻ സി DSL, ഓപ്ഷൻ ഡി HDMI. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി HDMI ആണ് കേട്ടോ. HDMI, ഓപ്ഷൻ ഡി HDMI ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു ഇന്റർനെറ്റ് കണക്ഷൻ ടൈപ്പ് അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇവിടെ HDMIയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് കേട്ടോ. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഇത് എന്തിനാണ്? നമ്മുടെ ഓഡിയോ വീഡിയോ സിഗ്നൽസ് ഡിവൈസ് എന്താ പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് കേട്ടോ. മൾട്ടിമീഡിയ ഇന്റർഫേസ്, ഇതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്, അതാണ് HDMI എന്ന് പറയുന്നത്. ഓഡിയോ വീഡിയോ സിഗ്നൽസ് എന്ത് ചെയ്യാനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് HDMI എന്ന് പറയുന്നത്. HDMI കേബിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HDMI ആണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം വ്യത്യസ്ത ഇന്റർനെറ്റ് കണക്ഷൻ ടെക്നിക്കുകളാണ് കേട്ടോ, ടൈപ്പുകളാണ്. വൈഫൈ, ബ്രോഡ്ബാൻഡ്, DSL എന്നൊക്കെ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ചോദ്യങ്ങളാണ്. സോ ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ അല്ലെങ്കിൽ വ്യത്യസ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ അതിൻ്റെ ആൻസർ ഡിഫൈൻ ചെയ്തു, അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഫാക്റ്റുകളും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.